ഇന്നൊരു സീ ഫുഡ് ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അത് സ്ക്വിഡ് വെച്ചിട്ട് ഉള്ള ഒരു ഡിഷാണ്. പിന്നെ സ്ക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കൂന്തലെന്നും കണവയെന്നും ഒക്കെ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. അത് വെച്ച് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത്, തേങ്ങാപ്പീരയൊക്കെ ചേർത്തിട്ട് ഞാനൊരു ഡിഷ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാനത് കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വിഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നമുക്കൊന്ന് നോക്കാം. ഈ സ്ക്വിഡ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കത്. ഒരു 1/2 കിലോ സ്ക്വിഡ് ഞാൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ക്വിഡിന് കൂന്തലെന്നും കണവയെന്നും ഒക്കെ പല സ്ഥലങ്ങളിലും പറയും. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇതാണ് സ്ക്വിഡ്. ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. ഇത് എനിക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ 2 സവാള എടുത്തത്. ഇല്ലെങ്കിൽ ഒരു വലിയ സവാള മാത്രം എടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതായത്. ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഓരോ ടീസ്പൂൺ വീതം എടുത്ത് വെച്ചിരിക്കുക. 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഈ സ്ക്വിഡ് റോസ്റ്റിനകത്ത് നമ്മൾ തേങ്ങയും കൂടെ ചേർക്കും. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മുഴുവൻ വേണ്ടി വരുമോ എന്ന് അറിയത്തില്ല, ചേർത്ത് കഴിയുമ്പോൾ ഞാൻ പറയാം എന്തുമാത്രമാണ് ചേർക്കുന്നതെന്ന്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും വേണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. പാൻ അടുപ്പ് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയൊക്കെ ചേർക്കുന്ന കറി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നത്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കും. കറിവേപ്പില ഞാൻ എടുത്തു വെച്ചിരുന്നത് മൊത്തം എടുത്തില്ല, നമുക്ക് ലാസ്റ്റിലും കുറച്ച് ചേർക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സവാള ചോപ്പ് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. സവാളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് ഇതുകൂടെ ചേർത്തൊന്ന് വഴറ്റാൻ പോവാം. ഇവിടെ ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വാടണം. സവാള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പാൻ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും ഈ പൊടികളൊക്കെ. പൊടിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടൊമാറ്റോ അരച്ചത് കൂടെ ചേർക്കുക. ഇതിന് നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വഴറ്റണം. ടൊമാറ്റോ പേസ്റ്റിലെ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ സ്ക്വിഡ് വൃത്തിയാക്കി വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ക്വിഡ് വേകാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, 3-4 മിനിറ്റൊക്കെ മതി. അല്ലെങ്കിൽ പിന്നെ ഒരുമാതിരി റബ്ബർ പോലെ ആയിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ സ്ക്വിഡിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അടച്ചു വെക്കുവാണേ. അപ്പോൾ തുറന്ന് നോക്കാം. കണ്ടോ, ഞാൻ ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചതല്ല, എന്നിട്ടും അതിനകത്ത് കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി വന്നാൽ കണ്ടോ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതല്ലേ ഉള്ളൂ. ആ വെള്ളമൊക്കെ വറ്റി ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവായത് കണ്ടോ ഗ്രേവി. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്തു, വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആകെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിയതാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പൊക്കെ മതിയോ, സ്ക്വിഡ് വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കാം. സ്ക്വിഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഉപ്പും ഒക്കെ മതി. ഇനി നമ്മുടെ കറി ഞാൻ അടുപ്പിൽ നിന്ന് എടുക്കാൻ പോവാം. അതിന് മുമ്പേ ഒരു ശകലം
കറിവേപ്പിലയും ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പില നന്നായിട്ട് കൈകൊണ്ട് ഞരടി കൊടുക്കണം. കുറച്ച് തീരെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, ആ വെളിച്ചെണ്ണയുടെ ഒരു രുചി കിട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. നമ്മുടെ കറി റെഡിയായി. ഇനി അത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ സ്ക്വിഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ള ഒരു സ്ക്വിഡ് റോസ്റ്റ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.